നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 10th പ്രിലിംസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PSC സ്ഥിരമായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഭരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഇല്ലാതെ വരുന്ന അരക്ഷിതാവസ്ഥ, അനാർക്കി. ഒരു രാജ്യത്ത് ഭരണ സംവിധാനം ഒരാളുടെ മാത്രം നിയന്ത്രണത്തിലാകുന്ന അവസ്ഥ, ഓട്ടോക്രസി. ഭരണ സംവിധാനം ഉദ്യോഗസ്ഥരാൽ നടത്തപ്പെടുന്ന അവസ്ഥ, ബ്യൂറോക്രസി. ഭരണ സംവിധാനം ഒരു സ്ത്രീയാലോ സ്ത്രീകളാലോ നടത്തപ്പെടുന്ന അവസ്ഥ, ഗൈനാർക്കി. ഭരണ സംവിധാനം രാജാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥ, മൊണാർക്കി. ഭരണ സംവിധാനം ഒരു കൂട്ടം ആളുകളാൽ നടത്തപ്പെടുന്ന അവസ്ഥ, ഒലിഗാർക്കി. ഭരണ സംവിധാനം സമ്പന്നരാൽ നടത്തപ്പെടുന്ന അവസ്ഥ, പ്ലൂട്ടോക്രസി. ഭരണ സംവിധാനം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ നടത്തപ്പെടുന്ന അവസ്ഥ, ഡെമോക്രസി. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം, ഗ്രീസ്. ഭരണഘടന എന്ന ആശയം നിലവിൽ വന്ന രാജ്യം, അമേരിക്ക. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന, അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന, അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഇന്ത്യ. അലിഖിത ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം ഇസ്രയേൽ, ബ്രിട്ടൻ. ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി അഥവാ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം, സ്വിറ്റ്സർലൻഡ്. ഇപ്പോഴും നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ ഭരണഘടന, ബ്രിട്ടൻ. പാർലമെൻറ്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ഏതു രാജ്യത്തിൻ്റെ പാർലമെൻ്റ് ആണ്, ബ്രിട്ടൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം, ഗ്രീസ്. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ, വേവൽ പ്ലാൻ, 1945. ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ, MN റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി, സ്വരാജ് പാർട്ടി. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ, ക്യാബിനറ്റ് മിഷൻ, 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1946 മാർച്ച് 24. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളുടെ എണ്ണം 3. ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ, പെത്വിക് ലോറൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രതിനിധികളുടെ എണ്ണം 6. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിൻ പ്രതിനിധികളുടെ എണ്ണം 1. ആരായിരുന്നു? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലബാർ പ്രതിനിധികളുടെ എണ്ണം 9. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി വനിതകളുടെ എണ്ണം 3. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രിൻ, ദാക്ഷായിനി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. അതിൽ 9 പേർ വനിതകളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11 മുതൽ തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പാർട്ട് 3 നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി ഒന്ന് കണ്ടേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്